സംസ്ഥാനത്തെ അങ്കണവാടി ജീവനക്കാരുടെ സംഘടനയായ വിമൻസ് എംപവറിംഗ് ഫോറം, അതാണ് ഈ പത്രസമ്മേളനം ഇന്നിവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. എൻ്റെ പേര് അഡ്വക്കേറ്റ് ആർ മുരളീധരൻ. ഞാൻ ഈ സംഘടനയുടെ ലീഗൽ അഡ്വൈസറാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പത്തനംതിട്ട ജില്ലയിലെ ഗവിയിൽ മീനാർ അങ്കണവാടിയിൽ പ്രവർത്തകയായിരുന്ന ശ്രീമതി മേനക, 30 വയസ്സുള്ള മേനക, അവര് ജോലി സ്ഥലത്തേക്ക് പോകുന്ന വഴി അവര് ക്രൂരമായിട്ട് കൊല്ലപ്പെടുകയുണ്ടായി. നമുക്കെല്ലാം അറിയാവുന്ന സംഗതിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ അങ്കണവാടി ജീവനക്കാരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ ആമുഖമായിട്ട് പറയാൻ ഞാൻ ശ്രമിക്കുന്നത്. ഇതിൽ കേരള പോലീസ് എടുത്ത നടപടി, സത്വരമായിട്ടുള്ള നടപടി എടുക്കുകയുണ്ടായി. അത് ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ട ഈ സ്ത്രീയുടെ, മേനകയുടെ കുടുംബത്തിന് വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനത്തോടുകൂടി കുറച്ച് ധനസഹായം കൊടുക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ ഏക മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ജനീഷ് കുമാർ MLA ഇടപെട്ട് ആ കാര്യങ്ങളും ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. അതും തീർച്ചയായിട്ടും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം അംഗനവാടി ജീവനക്കാര് വളരെ മാർജിനലൈസ്ഡ്, അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളാണ്. അപ്പോൾ അവര് ജോലി സ്ഥലത്തും അതോടൊപ്പം തന്നെ അവരുടെ സാമൂഹ്യമായിട്ടുള്ള ചുറ്റുപാടുകളുമൊക്കെ വളരെയധികം അരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവർ ജീവിച്ചു പോകുന്നത്. അവർക്ക് ജോലിക്ക് പോകുമ്പോൾ ഒറ്റയ്ക്കാണ് പലപ്പോഴും വീട് സന്ദർശനം നടത്തേണ്ടി വരുന്നത്. നമുക്കറിയാമല്ലോ, ഇവർ വീട് സന്ദർശനം പലപ്പോഴും നടത്തേണ്ട സാഹചര്യമാണുള്ളത്. അവര് അങ്കണവാടി ജീവനക്കാര്, ഗർഭിണികള്, മുലയൂട്ടുന്ന അമ്മമാര്, കുട്ടികള്, അവരുടെ പഠനവും അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ഒരു ജനവിഭാഗമാണ്. അപ്പോൾ അവർ ഒറ്റയ്ക്ക് പലപ്പോഴും ഗൃഹസന്ദർശനം നടത്തുമ്പോൾ അവിടെ സുരക്ഷിതമായിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ഒറ്റയ്ക്കാണ് പലപ്പോഴും പോകുന്നത്, പലപ്പോഴും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവര് പ്രത്യേകിച്ചും വനമേഖലയിൽ എന്ന് പറയുന്നത് നടന്നാണ് പോകേണ്ടി വരുന്നത്. ഈ സ്ത്രീ മേനക കൊല്ലപ്പെട്ടത് നടന്നു പോകുമ്പോഴാണ്. 4-5 കിലോമീറ്റർ നടന്നിട്ടാണ് ഈ അങ്കണവാടിയിൽ എത്തുന്നത്. അവിടെ വെച്ചാണ് ഇത് ആക്രമിക്കപ്പെടുന്നത്. ഇത് അവിടെ മാത്രമല്ല, വിവിധ ഭാഗങ്ങളിൽ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ വനമേഖലയിലുള്ള അങ്കണവാടിയിൽ ഇത്തരത്തിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അവിടെ ട്രാൻസ്പോർട്ട് ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊന്നും തന്നെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ അത് കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒക്കെ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഒരു ശരിയായ രീതിയിലുള്ള നടപടി ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ഇവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളമാണ്. ആ ശമ്പളം പോലും യഥാസമയം കിട്ടുന്നില്ല, അത് ഒരുമിച്ച് കിട്ടുന്നില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ അങ്കണവാടി ജീവനക്കാർ അപകടപ്പെടുകയാണ്, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റിൽ പെടുകയാണെങ്കിൽ അത് ജോലി സമയത്തോ അല്ലാതെയോ അവർക്ക് യാതൊരു തരത്തിലുള്ള ലീവ് കിട്ടുന്നില്ല. അവർക്ക് സിക്ക് ലീവില്ല, അവർക്ക് കാഷ്വൽ ലീവില്ല. അവരൊരു ദിവസം വന്നില്ലെങ്കിൽ ആ ദിവസം ആബ്സെന്റ് ആണ്. അത് ചിലപ്പോൾ അവരുടെ ലോസ് ഓഫ് പേ ആയിട്ട് ചിലപ്പോൾ കണക്കാക്കും, അല്ലെങ്കിൽ അവരെ ആ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യും. അപ്പൊ ജോലിയിലും തൊഴിൽ സാഹചര്യങ്ങളിലും തൊഴിലിടങ്ങളിലും തന്നെ യാതൊരു തരത്തിലുള്ള സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു ജനവിഭാഗമായിട്ടാണ് അങ്കണവാടി പ്രവർത്തകരെ നമ്മൾ കാണേണ്ടത്. അപ്പോ ഇതില് ഞങ്ങള് സർക്കാർ ഈ കാര്യത്തില് സത്വരമായിട്ടുള്ള നടപടി എടുത്തെങ്കിൽ പോലും ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അങ്കണവാടി പ്രവർത്തകർ, സംസ്ഥാനത്തെ 66,000 വരുന്ന അങ്കണവാടി പ്രവർത്തകർക്ക് മതിയായ സുരക്ഷിതത്വം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഉറപ്പുവരുത്തണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത്രയുമാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ബാക്കി ഈ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീമതി സാവിത്രി ഉണ്ട്, അതിൻ്റെ ജോയിന്റ് സെക്രട്ടറി പ്രിയ ഉണ്ട്, പിന്നെ
അതിൻ്റെ വൈസ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ശ്രീദേവിയുണ്ട്, പിന്നെ ഉപദേശക സമിതി അംഗവുമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ പറയും. ജോലിക്ക് പോകുന്നതിനിടയിലോ മടങ്ങി വരുന്നതിനിടയിലോ അപകടത്തിൽപ്പെടുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്താൽ ശമ്പളത്തോടു കൂടിയ ചികിത്സാ അവധിയോ ചികിത്സാ ചെലവിന്റെ തിരിച്ചടവോ അംഗൻവാടി ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല. പലപ്പോഴും ശൂന്യവേതന അവധി ലോസ് ഓഫ് പേ എടുക്കേണ്ടി വരികയും ദീർഘകാല ചികിത്സ മൂലം ജോലി പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനാൽ അംഗൻവാടി പ്രവർത്തകർക്ക് അടിസ്ഥാന തൊഴിൽ സംരക്ഷണം പോലും ഉറപ്പില്ലാത്ത സ്ഥിതിയാണുള്ളത്. ശ്രീമതി മേനകയുടെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരവും ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്നും മകൾ സഞ്ജനയ്ക്ക് വിദ്യാഭ്യാസ സഹായം നൽകണമെന്നും ആശ്രിതർക്ക് കരുണാ നിയമനം നൽകണമെന്നും വിമൻസ് എംപവറിംഗ് ഫോറം ആവശ്യപ്പെടുന്നു. ജോലിക്കിടെയോ ജോലിക്ക് പോകുന്നതിനിടെയോ മടങ്ങി വരുന്നതിനിടെയോ സംഭവിക്കുന്ന അപകടങ്ങളും മരണങ്ങളും ഡ്യൂട്ടി സംബന്ധമായ സംഭവങ്ങളായി അംഗീകരിച്ച നഷ്ടപരിഹാരവും ക്ഷേമ ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്ന നയം രൂപീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു. അംഗൻവാടി പ്രവർത്തകർക്കായി ശമ്പളത്തോടു കൂടിയ ചികിത്സാ അവധി, ചികിത്സാ ചെലവിന്റെ തിരിച്ചടവ്, ഇൻഷുറൻസ് പരിരക്ഷ, കുടുംബ പെൻഷൻ, സമഗ്ര സുരക്ഷാ പദ്ധതികൾ എന്നിവ നടപ്പാക്കണമെന്നും വിദൂര പ്രദേശങ്ങളിൽ നിന്നും വനമേഖലകളിലും ജോലി ചെയ്യുന്ന പ്രവർത്തകർക്ക് സുരക്ഷാ സംവിധാനങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, അടിയന്തര സഹായ സംവിധാനങ്ങൾ എന്നിവ ഒരുക്കണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു. വനിതാ ശിശുവികസന മന്ത്രിക്കും വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്കും കേരള അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിനും കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിനും വിശദമായ നിവേദനങ്ങൾ സമർപ്പിക്കാനും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. ICDS തുടങ്ങി 50 വർഷത്തിനിടയിൽ രോഗങ്ങൾ മൂലവും അപകടങ്ങൾ മൂലവും കിടപ്പിലായ രോഗികൾ നിരവധിയാണ്. ഇവർക്ക് ജീവിക്കാനോ ചികിത്സാ സഹായമോ മറ്റു മാർഗങ്ങളില്ലാതെ നരകിക്കുകയാണ്. ഇവർ VRS എടുത്ത് മാന്യമായി ജീവിക്കാനുള്ള പെൻഷൻ നൽകാനും അധികൃതർ തയ്യാറാകണമെന്ന് സംഘടന ആവശ്യപ്പെടുന്നു. 30 വർഷമോ 40 വർഷമോ ഒക്കെ ജോലി ചെയ്ത് വിരമിക്കാൻ 1 വർഷമോ 2 വർഷമോ ബാക്കി നിൽക്കെ അപകടങ്ങൾ മൂലമോ മാറാരോഗങ്ങൾ മൂലമോ കിടപ്പിലായി പോയാൽ VRS എടുക്കാനുള്ള അനുമതിയും പെൻഷനും ലഭ്യമാക്കണമെന്ന് 30-35 വർഷം ജോലി ചെയ്ത് വിരമിക്കുന്ന അംഗനവാടി വർക്കർക്കും ഹെൽപ്പർക്കും നിലവിൽ ലഭിക്കുന്ന തുച്ഛമായ പെൻഷൻ തുക എന്ന് പറഞ്ഞാൽ 2500, 1500 എന്ന നിലയിലാണ്. ഇപ്പോഴത്തെ കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലും 2000 രൂപയാണ് ലഭിക്കുന്നത്. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും അംഗനവാടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഈ 2500, 1500 എന്നുള്ള തുക എത്രത്തോളം തുച്ഛമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിലൊരു മാറ്റം വരുത്തണം എന്ന് ഞങ്ങൾ ഈ സംഘടന ആവശ്യപ്പെടുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.